അങ്ങനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാജ് എന്ന് പറയുന്ന മൂവി കണ്ടുവന്നിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ജിത്തു ജോസഫ് പടം. ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ച് പ്രഡിക്റ്റ് ചെയ്യണ പോലെ തന്നെ പടം പോയി. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ തന്നെ അത്യാവശ്യം സസ്പെൻസ് കാര്യങ്ങളൊക്കെ വന്നു. ഫസ്റ്റ് ഹാഫിൽ സസ്പെൻസ് ഇങ്ങനെ വരും, അതിങ്ങനെ ആയിരിക്കും നമുക്ക് ഏകദേശം മനസ്സിലാകും, നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊരു സസ്പെൻസ് ഉണ്ട്, അത് നൈസായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, ചില സ്ഥലങ്ങളിൽ എനിക്ക് ഒരു ക്വാളിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, പക്ഷെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് സസ്പെൻസുകൾ, ചില സസ്പെൻസ് കൊണ്ടുവന്നേക്കുന്നത്, ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് സസ്പെൻസിന് വേണ്ടി സസ്പെൻസ് കൊണ്ടുവന്ന് നോക്കൂലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു 2-3 പക്ഷെ ക്ലൈമാക്സിന് അതിന് മുമ്പത്തെ 2 അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് അത് ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ അതിന് മുമ്പുള്ളത് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിന് വേണ്ടിയിട്ട്, സസ്പെൻസിന് വേണ്ടി, ട്വിസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ആസിഫ് അലിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി ഇതിനു മുമ്പ് ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കൂമൻ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തു വെച്ചാണ് കിഷ്കിന്ദ കാണ്ഡം, അല്ലെങ്കിൽ ഈ അടുപ്പിച്ച് പുള്ളിയുടെ നല്ലൊരു ആക്ടിങ് സെറ്റപ്പിലോട്ട് വച്ച് നോക്കുമ്പോൾ അത് അഭിനയത്തിൻ്റെ ഒരു മികവ് ഒരുപാട് കാണിക്കാൻ പറ്റിയ സിനിമകളാണ് കഴിഞ്ഞു പോയത്. പക്ഷെ ഇതിലേക്ക് അങ്ങനെ ഒരു വലിയൊരു പുള്ളിക്ക് അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. സിമ്പിളായിട്ടൊന്ന് ഇരുന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ അഭിനയത്തിനെ പറ്റി അതുപോലെ പറയാനൊന്നുമില്ല. കാരണം അത്രയുള്ളൊരു ക്യാരക്ടർ ഉള്ളൂ. ആദ്യം തന്നെ ഒരു പൊട്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ക്യാരക്ടർ വന്നത്, ഒരു കോമഡി സെറ്റപ്പിൽ. പക്ഷെ അങ്ങനെയുള്ള കോമഡി കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനെ ഒരു മണ്ടത്തിലൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ അത് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ അപർണ ബാലമുരളി ഓക്കെ, കുഴപ്പമില്ല, ഫൈൻ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉണ്ടല്ലോ, ജിത്തു ജോസഫിൻ്റെ ബാക്കിയുള്ള പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് മൂവിയാണ്. പുള്ളിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ കൂമനൊക്കെ അത്യാവശ്യം അടിപൊളി, നല്ല പടമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്, ഞാൻ എൻജോയ് ചെയ്ത പടമാണ്. ഇതിലേക്ക് വരുമ്പോൾ അത്ര ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ചില സീനൊക്കെ എനിക്കൊരു എന്താ പറയുക, ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ മീൻ ചില സീനൊക്കെ എനിക്കൊരു നാടകം സെറ്റപ്പിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ചെയ്തായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്വാളിറ്റി എനിക്ക് ചില സ്ഥലങ്ങളിൽ തോന്നിയില്ല എന്ന്, ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ പിന്നെ പടത്തിലെ ഫൈറ്റ് സീനുകൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റ് സീനുകൾ എടുത്തു വെച്ചേക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒരു ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് 2-3 ഷോട്ടുകളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടത്തിന് നിങ്ങൾ അധികം എക്സ്പെക്റ്റേഷൻ കൊടുത്ത് പടത്തിന് പോകരുത്. ഞാൻ ചിലപ്പോൾ സസ്പെൻസ് ഒക്കെ ചിലപ്പോൾ അടിപൊളിയാണെന്നൊക്കെ ഞാൻ പറയും, പക്ഷെ അത് നിങ്ങൾ അതിനനുസരിച്ച് എക്സ്പെക്റ്റേഷൻ ഓവർ വെക്കരുത്. അധികം എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ ഒരു ലിമിറ്റിലൊക്കെ എക്സ്പെക്റ്റേഷൻ കൊടുത്ത് നിങ്ങൾക്ക് പോവാം. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല മീൻസ് അത് എന്തായാലും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യില്ല. നിങ്ങൾ എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സിലെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ എന്തൊന്നാലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മൊത്തം ചേഞ്ച് ആയിട്ടായിരിക്കും വന്നത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യണത് അതുപോലെ തന്നെ പടം പോകും. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിൻ്റെ ഗെയിം ചിലർ തിരിച്ചും പറഞ്ഞൊക്കെ പടം വരാം. പിന്നെ പക്ഷെ അധികം ഞാൻ പറയുന്ന പോലെ അധികം ട്വിസ്റ്റ്, അധികം സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻസിന് വേണ്ടി ചില സസ്പെൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾ ഇനി പടം കണ്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്തതെന്ന് പറയാം. അതുമല്ല നിങ്ങളിനി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള മൂവി റിവ്യൂ അല്ലെങ്കിൽ മൂവി ഒപ്പീനിയൻ, ഫുഡ് റിവ്യൂ, അങ്ങനെ ട്രാവലിംഗ്, വ്ളോഗിങ്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഓക്കെ, നമ്മൾ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാൻ പോണ്. നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ആക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് വെക്കാം.
സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ.